ഹലോ, കുറേ ആയി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇതിയുടെ സ്കൂൾ തുറക്കണേൻ്റെ തലേ ദിവസം ഒരു മുട്ടം പണി കിട്ടി. അതാണ് ഈ വീഡിയോയിലുള്ളത്. സ്കൂളിൽ പോകാനൊക്കെ വാങ്ങി വെച്ച് നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ഇതി. അപ്പോഴാണ് ഞങ്ങളുടെ ചെറിയ ടുട്ടു ഞങ്ങൾക്കൊരു പണി തന്നത്. ഇത് ടുട്ടുവിൻ്റെ ടോയ്സിൻ്റെ ഖജനാവാണ്. ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് നല്ല ചെവിവേദനയായിരുന്നു. ഇന്നലെ ഒരുപാട് വൈകി രാത്രി പെട്ടെന്നായിരുന്നു അങ്ങോട്ട് കരഞ്ഞത്. ഒന്നും എടുത്തു വയ്ക്കാൻ പറ്റില്ല. അവന് ചെവിവേദന ഇട്ട് ഒരുപാട് വൈകിട്ടാണ്. എനിക്ക് തോന്നുന്നു നേരം ഒരു അതിരാവിലെ ഒരു 2 മണിക്ക് അവൻ എത്തിട്ട് രാവിലെ 5-6 മണിയായി. കരച്ചിൽ പെട്ടെന്ന് പെടഞ്ഞാണ് എറ്റത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പൊ അതിന്റെ ഒരു കുഞ്ഞി വീഡിയോ. ഓ മൈ ഗുഡ്നസ്, പല്ലേക്ക് ഈ നാട്ടാദ്യം എൻ്റെ കാട്ടായം കണ്ടാൽ തോന്നൂല ഇവന് അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് പിന്നെ അങ്ങനെയാണല്ലോ കുട്ടികൾ. രാത്രി ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയർഡാവും. നേരം പൊളിക്കുമ്പോഴേക്കും ആൾ ഉഷാറ്. പക്ഷെ ആൾ ചെവിഭാഗം തൊടാൻ സമ്മതിക്കണില്ല. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ അവനോട് പല്ലൊക്കെ തേക്കി നമുക്ക് അപ്പത്തിൻ്റെ അവിടെ പോകാമെന്ന് പറഞ്ഞ കാരണം ആൾ ഉഷാറാണ്. പല്ലേക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒന്ന് തേച്ചോളും. ഇന്ന് അച്ഛൻ്റെ ബ്രഷാണ് ഉപയോഗിക്കുന്നത് ആൾ. ഞാനൊന്ന് മേലെ എഴുതിട്ട് വേഗം റെഡിയാക്കട്ടെ. ഓക്കെ ടു യെസ് എന്ന് പറഞ്ഞേ. ആളിപ്പോൾ കുറച്ച് എഡ്യൂക്കേഷണൽ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അതിൽ ഈ കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ വേറെ കളർ വരുന്നത്. അതുകൊണ്ട് എന്ത് കൈ കിട്ടിയാലും ഈ മിക്സി ചെയ്തുള്ള പരിപാടി. എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കണ? എന്തെന്നാണിത്? ഇതെന്താണ് ഡ്രസ്? സ്പൈഡർമാൻ. എന്താണ് സ്പൈഡർമാൻ? മെഡിക്കൻ. ടുട്ടു സൂപ്പർ ആയിട്ടുണ്ട്. സ്പൈഡർമാൻ പോലെ ടുട്ടു നടക്കും. ബുള്ളറ്റ് ആളുടെ ഒരു വീക്ക്നെസ് ആണ്. എന്തൊക്കെ നടന്നാലും രാവിലെ ആ കവല വരെയും അവൻ അത് പോയേ പറ്റും. രാവിലെ തന്നെ ഇറങ്ങാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നാലും അടുത്ത മഴക്കാറ് കാണുന്നുണ്ട്. അപ്പോൾ മോന് ജസ്റ്റ് പാലും മുട്ടയും കൊടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എത്ര പെട്ടെന്നൊന്ന് ആശുപത്രിയിൽ എത്തി കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ബൈ അമ്മ വരണ, ചേട്ടനും വരണം അല്ലേ? അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഭാഗ്യത്തിന് മഴയില്ല. ടുട്ടു അപ്പം തന്നെ കാറ് കയറിയപ്പോൾ തന്നെ ആൾ കിടന്നുറങ്ങി. ഞങ്ങളിപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആൾ എനിക്ക് കരച്ചിൽ തുടങ്ങി. ഇല്ലടാ എവിടെയാണ്? ആളിടയ്ക്ക് കരയും ഇടയ്ക്ക് കരയില്ല. ആ ഒരു രീതിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് മാത്രമായിരുന്നു തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ സൂചി കുത്തണ പോലെ. അപ്പം ഇങ്ങനെ ചെവി ഇങ്ങനെ അടച്ചു പിടിച്ചു. അപ്പോൾ പരമാവധി ഞങ്ങൾ അവൻ ഓരോന്നൊക്കെ പറഞ്ഞ് എൻ്റർടൈനൊക്കെ ചെയ്തിട്ടായിരുന്നു. അവിടം വരെ ഒന്ന് എത്തിക്കിട്ടണ്ടേ. അങ്ങനെ ടുട്ടുവിന്റെ പേരെന്താണ്? ടുട്ടുവിന്റെ പേര് പറയോ? ടുട്ടുവിന്റെ പേരാണ്. അച്ഛൻ്റെ പേര് പറയോ? കുറച്ച് കഴിഞ്ഞ ആള് നല്ല ക്ഷീണം കൊണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഇന്നലത്തെ രാത്രി ഉറക്കവും ശരിയായില്ലല്ലോ. വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ കോട്ടപ്പുറം പാലത്തെത്തി. ഭാഗ്യത്തിന് അവിടെയും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനമായിട്ടുണ്ട്. ഇനി ഒന്ന് ക്രാഫ്റ്റിൽ എത്തിക്കിട്ടിയാൽ മതി. അതായിരുന്നു ടുട്ടു ഇവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്താ വെച്ചാൽ ഇതാണ് അവൻ്റെ അടയാളം. കൊടുങ്ങല്ലൂർ എത്തി എന്നുള്ളത് വെച്ചിട്ട്. മൂത്ത മോനും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അവൻ ആകെ പാവം ഹാലിളകിയിരിക്കുകയാണ്. നല്ല ഉറക്കമായിരുന്നു. ഇതാണ് ഹൈവേൻ്റെ ഇത് ഓൾമോസ്റ്റ് എല്ലാനും ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ മഴ അതിന് ശേഷം പറയുന്നുണ്ട് ഫുള്ള് വെള്ളമാണ്. ഞങ്ങളും അതേ കണ്ടിട്ടാണ്. ചില ഭാഗത്തൊക്കെ ഫുള്ള് ഇത് റോഡാണോ പുഴയാണോ എന്ന് തന്നെ നമുക്ക് ഡൗട്ടാവും. അതേ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെത്തി. ക്രാഫ്റ്റ് ഇത് പഴയ KG ഹോസ്പിറ്റലാണ്. ഇപ്പോൾ കുട്ടികളുടെ ഫുൾ പീഡിയാട്രിക് സെക്ഷൻ ആ ഭാഗത്താണ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ക്രാഫ്റ്റിൽ ഇപ്പോൾ പ്രഗ്നൻസിയും
AR കോമൺ ആയിട്ടുള്ള ആ രീതിയിലാണ് ആക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും 10 മണിയായപ്പോഴേക്കും വന്ന് ഞങ്ങൾ ടോക്കണൊക്കെ എല്ലാം എടുത്തു. ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നു, എന്നാലും പേഷ്യൻസ് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്നും കഴിക്കാത്ത സ്ഥിതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പോഴേക്കും ഞങ്ങൾ നമ്പർ ആവുള്ളൂ എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ നൈസായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ക്രാഫ്റ്റിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ വാങ്ങി സമാധാനത്തിന് കഴിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. ടുട്ടു കുറച്ച് ഞങ്ങളെ തീറ്റിക്കായിരുന്നു അധികം, എന്നാലും അവൻ കഴിച്ചു. അവിടുന്ന് പാലൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ആളൊന്നും ഉഷാറായിട്ടുണ്ട്. അവൻ്റെ ചെവിവേദന ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് ആടിപ്പാടി തുള്ളിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ ഒപ്പിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് OPയിലെത്തിയപ്പോൾ ടുട്ടുവിന് മനസ്സിലായി ഇത് പ്രശ്നമാണ്, വല്ല ഇഞ്ചക്ഷൻ എങ്ങനെ വയ്ക്കും. അവന് ഭയങ്കര പേടിയാണ്. ഹോസ്പിറ്റലിൽ അധികവും നമ്മൾ ഇഞ്ചക്ഷന് വേണ്ടിയാണ് പോകാറ്, അതുകൊണ്ട് അവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവിടെ അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാട്ടി ഞങ്ങൾ കുറേ ഒന്നാളിനെ റിലാക്സ്ഡ് ആക്കാൻ നോക്കി. ഒരു രക്ഷയുണ്ടായില്ല. വെയിറ്റ് നോക്കാൻ പറഞ്ഞിട്ടും ആൾ സമ്മതിക്കുന്നുണ്ടായില്ല. ലാസ്റ്റ് ഞങ്ങൾ നഴ്സ് ചേച്ചിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് അവിടെ ആരും ഇല്ലയെന്ന് കണ്ടപ്പോൾ ആൾ നൈസായിട്ട് കയറി നിന്നിട്ടൊക്കെയാണ് വെയിറ്റൊക്കെ നോക്കാൻ സമ്മതിച്ചു തന്നെ. അതിനുശേഷം ഡോക്ടറിനെയൊക്കെ കണ്ടു. ഞങ്ങൾ ഒരു ലോഡ് മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു. ഫ്രണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, ചവിട്ട്, വണ്ടി പോട്ടെ, ഓടിക്കട വണ്ടി. താക്കോലൊക്കെടുത്ത് താഴ്ത്തി വെച്ചിരിക്കണം. വലിയ മോശമില്ല എല്ലാ ആള്. ഇതിലേതാണ് പാകമുള്ളതെന്ന് നോക്കുമായിരുന്നു തോന്നുന്നു. ആയിരിക്കും, പാകം നോക്കിയതാവും. ആ ഓണടിക്കണം, വണ്ടി പോട്ടെ. ആ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് മരുന്നുകളൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. അവന് ചെവി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു, പെയിൻ കില്ലർ ഉണ്ടായിരുന്നു, മൂക്കിൻ്റെ പനിയുടെ എല്ലാ മരുന്നും തന്നിരുന്നു. രാത്രി ചിലപ്പോൾ പനിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ പോയാൽ പിന്നെ അവരൊരു ലോഡ് മരുന്നുകൾ എന്തായാലും, പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ മഴക്കാലം തുടങ്ങണേക്ക് മുമ്പ് ഞാൻ എല്ലാവരും മരുന്നുകളൊക്കെ ഒരുവിധം ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ എന്തായാലും ആവശ്യം വരുമല്ലോ, മഴക്കാലം അപ്പോൾ പുതിയത് വാങ്ങാം. ഒരുവിധം എല്ലാത്തിൻ്റെയും ഡേറ്റൊക്കെ തീരാറായിരിക്കുന്നതായിരുന്നു. അപ്പോൾ എല്ലാം വാങ്ങി വീട്ടിൽ വന്നപ്പോൾ തന്നെ ആൾ ഓക്കെ ആയി. ഞങ്ങൾ പരമാവധി നൈസായിട്ട് ഒക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. ചേട്ടന് ഉമ്മോട് ആക്സിഡന്റ് ആയില്ലേ? ആ മതി മതി, പ്ലീസ് പ്ലീസ് അച്ചോടാ, പ്ലീസ് പ്ലീസ് ചേട്ടാ. കുഞ്ഞാക്ക് വയ്യാത്തല്ലേ? ആ ചേട്ടൻ ഇരിക്കട്ടെ, വണ്ടി തിരിക്കട്ടെ. ആ ഇരിക്കും ഇരിക്കും, ചേട്ടൻ ഇരിക്കും. ഓക്കെ പിടിച്ചോട്ടാ, ചേട്ടനെ മുറുക്കനാ. ഓക്കെ ബൈ ബൈ ഡാർലിംഗ്. ഒന്നും കഴിക്കണമുണ്ടായിരുന്നില്ല, ലിക്വിഡായിട്ട് എന്തെങ്കിലുമോ കഴിക്കണുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ചവയ്ക്കുമ്പോൾ വേദന ആ രീതിയിലായിരുന്നു. രാത്രിയായിരുന്നു മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നത്. ആൻറ്റിബയോട്ടിക് നമ്മൾ വീട്ടിൽ വന്ന് ഉണ്ടാക്കണം. ഒരു പൊടി ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്റ്റെറിലൈസ്ഡ് വാട്ടറും ഉണ്ടായിരുന്നു. അത് നല്ലപോലെ പൊടി നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് ഈ സ്റ്റെറിലൈസ്ഡ് വാട്ടർ അതിലൊഴിച്ചിട്ട് ഒരു അളവ് തന്നിട്ടുണ്ട്, അതൊഴിച്ചിട്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് അങ്ങനെയാണ് ആ മരുന്ന് ഉണ്ടാക്കണം. മരുന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുമ്പിൽ ഇതൊക്കെ ഇരുന്ന് കാണുന്നു. ആൾക്ക് ചെവിവേദനയാണെങ്കിലും കളിക്കൊക്കെ യാതൊരു കുറവുമില്ല, അതൊരു സമാധാനം. ഡോക്ടർ പറഞ്ഞിരുന്നു ചിലപ്പോൾ പനി, ജലദോഷം, ചുമ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും, വയറ്റിളക്കം, ലൂസ് മോഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല, അത് തന്നെ വലിയ കാര്യം. രാത്രി ആയിരിക്കും പ്രശ്നങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരേ ഡോസ് മരുന്നുകൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം മരുന്നാക്കിയപ്പോഴേക്കും ആൾ വന്ന് കളിക്കാൻ. ഞാനിപ്പോൾ എന്തായാലും മരുന്നൊന്ന് സെറ്റ് ചെയ്തിട്ട് അവനൊന്ന് ഫസ്റ്റത്തെ ഇത് ആൻറ്റിബയോട്ടിക്കാണ്, ഒന്ന് ഞാൻ ശരിയാക്കട്ടെ. സ്റ്റെറിലൈസ്ഡ് വാട്ടർ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. എൻ്റെ പൊന്നെ, കുട്ടികൾക്ക് ചെവിവേദന എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എൻ്റെ മൂത്ത മോൻ്റെ കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതേപോലെയായിരുന്നു രാത്രി, പാവം വയ്യാണ്ടായിട്ട്. ഇനി ഇത് കുടിപ്പിക്കാനാണ് പ്രശ്നം. എന്തായാലും സെറ്റ് ചെയ്ത് കുടിക്കാണ്ട് പറ്റില്ല. ചുട്ടുച്ചി ഇതൊക്കെ മരുന്ന് വാ കുടിക്കാ. യെസ്, മിത്താശിയാണ് മിത്താശി. നന്നായിട്ട് കുലുക്ക്. ഇപ്പോഴേ ഓപ്പൺ ചെയ്യില്ലേ, അമ്മ. ഇവിടെ അച്ഛനും മോനും നാളെ സ്കൂൾ റീ ഓപ്പണിംഗ് അല്ലേ, അപ്പം ടൈ എങ്ങനെയാണ് കെട്ടണമെന്നുള്ള ഇത് മറന്നുപോയി രണ്ടുപേരും. അതിൻ്റെ അച്ഛനും മറന്നുപോയി. രണ്ടുപേരും അതിൻ്റെ സെറ്റാക്കാനുള്ള പുറപ്പാടിലാണ്.
ഗൈസ് ഇവിടെ അച്ഛൻ ഡാൻസ് കളിക്കുകയാണ് ഗൈസ്. അമ്മ ഇവിടെ കഷായം കലക്കാണ്. കൊച്ചി ഇവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു കരച്ചിൽ കേൾക്കാം ഗൈസ്. ഹലോ എന്ന് പറഞ്ഞേ. ഇച്ചിരി കൂടെ ഉണ്ട്. ഇതും കൂടെ. അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു ഗൈസ്. ഇനിയുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy ഓക്കെ ഡൺ. ആളുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ബർത്ത്ഡേക്ക് വാങ്ങിയ തൊപ്പിയൊക്കെ കൊടുത്തു. അതുകൊണ്ട് ആൾ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കണ മൂഡിലായിരുന്നു. ഇതേപോലെ രാത്രി ഒരുപാട് മരുന്നുകളുണ്ടായിരുന്നു. ഒരു 3-4 സെറ്റ് മരുന്നുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്യാപ്പിട്ട് ഇതുപോലെ കളിപ്പിച്ച് ആളിനെ അതൊക്കെ ഒന്ന് കുടിപ്പിച്ചു. മരുന്നിൻ്റെ ക്ഷീണവും യാത്രയും പിന്നെ ചെവി വേദനയും എല്ലാം കൂടെ ആയപ്പോൾ മരുന്ന് ചെന്നപ്പോൾ തന്നെ ആൾക്ക് നല്ലൊരു സമാധാനം പോലെ വേഗം കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ഇതിനോടും വേഗം കിടന്നുറങ്ങാൻ പറഞ്ഞു. എന്താ വെച്ചാൽ നാളെ ഫസ്റ്റ് ഡേ ആണ്. വീട്ടിൽ എറണാകുളത്തൊന്നും അല്ല, എറണാകുളത്തുനിന്നായിരുന്നെങ്കിൽ സുഖമായിരുന്നു. ഇവിടുന്ന് കുറച്ച് ഗ്യാപ്പ് വേണം. രാവിലെ തന്നെ അച്ഛനായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും വേഗം കിടത്തി ഉറക്കി. അങ്ങനെ 9ാം ക്ലാസ്സുകാരൻ റെഡി ആയിട്ടുണ്ട്. രാവിലെ ഒരു 7 മണി ആയപ്പോഴേക്കും അവർ ഇറങ്ങേണ്ടി വന്നു. ഭാഗ്യത്തിനൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. അച്ഛനാണ് കൊണ്ടുവന്നാക്കിയിരുന്നത്. അപ്പോൾ അന്ന് ഉച്ചവരെ ഉണ്ടായുള്ളൂ, 11:30 വരെയും ക്ലാസ് ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ നേരം ആകുമ്പോഴേക്കും ഇതിനെ പിക്കപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ടുട്ടു നല്ല ടയേർഡ് തന്നെയായിരുന്നു. അവിടെ വീട്ടിൽ എത്തിയിട്ടും അതെ, ആൾ ഫുള്ള് എനിക്ക് തോന്നുന്നു മരുന്നിൽ ചെറുതായിട്ട് സെഡേഷൻ്റെ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ, ഫുൾ ഉറക്കം തന്നെയായിരുന്നു ആൾ. എന്നാലും ഒരു ദിവസം തന്നെ കറക്റ്റ് മരുന്ന് ചെന്നപ്പോൾ തന്നെ ആൾക്ക് ചെവി നല്ല സമാധാനമായി. ഒരാഴ്ചക്കായിരുന്നു മരുന്നുണ്ടായിരുന്നത്. ഒരാഴ്ച ആയപ്പോഴേക്കും ആൾ സെറ്റായിട്ടോ. എന്നാലും മഴക്കാലമാകുമ്പോൾ ഇനി മൂത്ത മോൻ എന്നാണോ വരുന്നത്, അതാണ് പേടി. മഴക്കാലമാകുമ്പോൾ ഇങ്ങനെ കുഞ്ഞു മക്കൾക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ആകുമ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എല്ലാവരും മരുന്നുകളും അതാത് സമയത്ത് കുറേ വൈറസുകളും ഇൻഫെക്ഷൻസും അതാത് സമയത്ത് ഡോക്ടേഴ്സ് മരുന്നുകൾ വാങ്ങി കഴിക്കുക, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾക്കൊരു വലിയ പണി കിട്ടിയ വീഡിയോ. ആകെ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എന്നാലും കുട്ടി വേഗം റിക്കവറായ കാരണം ഒരു സമാധാനം. അപ്പോൾ ഇതായിരുന്നു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.